സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ 28-ാം തീയതി ഒരു വീഡിയോ ഇട്ടായിരുന്നു. 28 പകൽ ഒരു വീഡിയോ ഇട്ട് വൈകിട്ടൊരു വീഡിയോ ഇട്ടു. അതൊരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ വെടിവെക്കും എന്ന് പറഞ്ഞ് അന്ന് നടന്നൊരു സംഭവം. വലിയൊരു ചർച്ചയൊന്നും ആയില്ലെങ്കിലും ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് ഇടുന്നത്. ഇന്ന് നമ്മുടെ നിയമസഭയിൽ ഈ കാര്യം അവതരിപ്പിച്ചു. പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പം സ്പീക്കർ പറയുന്നത് ഇതൊരു വലിയൊരു പ്രസക്തിയുള്ളൊരു കാര്യമൊന്നുമല്ല. ആരെങ്കിലും ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞൊന്നും കൊണ്ട് ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ആരെങ്കിലും പറഞ്ഞത് ആരെ പറ്റിയാ എന്ന് പോലും സ്പീക്കർക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തം പോലും സ്പീക്കർ കാണിച്ചില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞത്. അത് ഇന്നേരം തന്നെ കേസെടുക്കേണ്ടതാണ് ഈ പോലീസ്. ആരെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികളെ പറ്റിയോ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികളുടെ ഏതെങ്കിലും ഒരു സ്ത്രീകളെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ പൊക്കിക്കൊണ്ട് പോകുന്ന പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. ഇത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ആദരണീയനായിട്ടുള്ളൊരു വ്യക്തി പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും കൂടെ ഒരു കൂട്ടുകച്ചവടമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPയെ പേടിയാണ്. BJPയുടെ ഒരു തുക്കട നേതാവായി അന്ന് പറഞ്ഞത് പുള്ളിക്ക് നാക്കുവഴ പറ്റിയാന്നൊക്കെ പറഞ്ഞ് ശരിയായിരിക്കും. അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നാക്കുവഴ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ കാര്യം വളരെ അദ്ദേഹത്തെ കാണാനില്ല എന്നായിരുന്നു ഇതുവരെ പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാണാനില്ലാത്ത പാർട്ടിയായി ഇന്ന് വൈകിട്ട് കീഴടങ്ങി. അതോ ഒരു ജാഥ നയിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ചെന്ന് കീഴടങ്ങിയത്. ഈ പോലീസുകാരൻ്റെ ഉറങ്ങുകയായിരുന്നു. അതോ പോലീസുകാർക്ക് കണ്ണും മൂക്കൊന്നും ഇല്ലയോ മണത്തറിയാനും കാണാനും ഒന്നും? അതുപോലുള്ള ഒരു അന്തരീക്ഷം, ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ മലയാളികൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സമയമായിരുന്നു. നമുക്ക് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ, ജനാധിപത്യം ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ട ഒരു രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കയ്യൂക്കുള്ള കാര്യക്കാരൻ, കയ്യൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അധികാരം ഉണ്ടെങ്കിൽ കാര്യക്കാരൻ. പക്ഷേ ഈ അധികാരം നിലനിൽക്കത്തില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.